ഹലോ ഗൈസ്, എല്ലാവർക്കും മെറ്റാടെക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ റാം എങ്ങനെ കൂട്ടാം, അതുവഴി നമ്മുടെ ലാഗ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പി സിയുടെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റാമിൻ്റെ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന സ്പേസിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് അഡീഷണൽ റാം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ അങ്ങനെയല്ല. എൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ റാം കൂട്ടാം, ഇത് വിർച്വൽ റാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ്, അതായത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിന് കുറച്ച് സ്പേസ് നമ്മുടെ റാമിലേക്ക് അലോട്ട് ചെയ്യുക, വിർച്വൽ റാമായിട്ട് നമ്മൾ അലോട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഡിവൈസ് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ അകത്ത് പോക്കോ F1 ആണ്. അതിൻ്റെ അകത്ത് 6 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്. ഇതൊരു 6 GB റാമുള്ള ഡിവൈസാണ്. നമ്മുടെ ഫോണിൽ വിർച്വൽ റാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് സ്വാപ്പ് നോ റൂട്ട്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാം 4.5 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്താണ് വിർച്വൽ റാം? അത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലുള്ള മെമ്മറി നമ്മൾ റാമിന് വേണ്ടി കുറച്ച് മെമ്മറി മാറ്റി വയ്ക്കുന്നു. അതിലൂടെ നമ്മുടെ ഫോണിൻ്റെ ലാഗ് കുറയ്ക്കുന്നു. ഈ ഒരു ഫീച്ചർ MIUIയുടെ, അതായത് ഷോമിയുടെ MIUI 12.5 എൻഹാൻസ്ഡ് വെർഷനിൽ ചില ഫോണുകളിൽ റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. വരും മാസങ്ങളിൽ MIUI 12.5 എൻഹാൻസ്ഡ് വെർഷൻ ലഭിക്കുന്ന ഫോണുകളിൽ ഈ ഒരു ഫീച്ചർ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വളരെ നല്ലൊരു ഫീച്ചറാണ്. മറ്റ് കമ്പനികളും ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു Gmail അക്കൗണ്ട് വഴി നമുക്ക് ലോഗിൻ ചെയ്യണം ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സൈസ് കാണാം, പിന്നെ ക്രിയേറ്റ് സ്വാപ്പ് എന്നൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എത്ര സൈസാണോ, വിർച്വൽ റാമിൻ്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് 512 MB ആണ് കിടക്കുന്നത്. നമുക്കത് ഇൻക്രീസ് ചെയ്യാം. മിനിമം ഒരു 2 GB ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2048 2 GB സെലക്ട് ചെയ്യാണ്. നമുക്കത് 1 GB ആണ് വേണ്ടതെങ്കിൽ 1024 MB നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് കോയിൻസ് ആവശ്യമാണ്. അപ്പോൾ കോയിൻസ് ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഡ് കാണേണ്ടി വരും. ആഡ് കണ്ടതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് കോയിൻ ആഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, സ്വാപ്പ് ചെയ്യുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ സമയത്ത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഒരു 2 GB സൈസുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് നമുക്ക് പിന്നീട് ആ 2 GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്വാപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ്. എത്രത്തോളം ഇൻറ്റേർണൽ സ്റ്റോറേജ് ബാക്കിയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് റാമിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റാം അലോക്കേറ്റ് ചെയ്തിരിക്കും. നമുക്ക് 2 GB വിർച്വൽ റാം ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫയൽ എക്സ്പ്ലോറിൽ നോക്കാം. ഓക്കെ, സെറ്റിങ്സിൽ പോയി നോക്കാം. സെറ്റിങ്സിൽ നമ്മുടെ സ്റ്റോറേജ് ഇപ്പോൾ നമുക്ക് കാണാം 2 GB സ്റ്റോറേജ് കൂടിയതായിട്ട് കാണാം. പക്ഷേ നമ്മുടെ റാമിന് 6 GB അത് മാറ്റമൊന്നുമില്ല. ഓക്കെ, വിർച്വൽ റാമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫയൽ എക്സ്പ്ലോററിലും നോക്കാം. ഫയൽ എക്സ്പ്ലോററിൽ ആൻഡ്രോയിഡ് ഫോൾഡറിൽ ഫയൽസ് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഫയലിൻ്റെ സൈസ് നമുക്ക് നോക്കാം. 2.15 GB നമ്മുടെ ഈ ഫയലിൻ്റെ സൈസ്. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2.15 GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ വിർച്വൽ റാമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതൊരു 6 GB റാമുള്ള ഡിവൈസ് ആയത് കാരണം എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. വിർച്വൽ റാമിൻ്റെ ഡിഫറൻസ് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാനിത് ഒരു ലോ എൻഡ് ഡിവൈസിൽ, അതായത് ഒരു 2 GB റാമുള്ളൊരു പഴയ പ്രൊസസ്സറായിട്ടുള്ളൊരു ഡിവൈസ് ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു വ്യത്യാസം ഞാൻ കണ്ടു. അത്യാവശ്യം ലാഗൊക്കെ കുറഞ്ഞ് കിട്ടി എനിക്ക് ആ ഡിവൈസിൽ യൂസ് ചെയ്തപ്പോൾ.
അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗപ്രദമായിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിലീറ്റ് സ്വാപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പേസ് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഡിലീറ്റ് സ്വാപ്പ് അടിച്ചു. അപ്പോൾ അതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ ആ ഫയൽ അതിൻ്റെ അകത്ത് അപ്രത്യക്ഷമായി. അപ്പോൾ നമ്മുടെ സ്റ്റോറേജിലേക്ക് വീണ്ടും ആ 2 GB റാം 2 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. 57.8 GB ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.